ചതുരാകൃതിയിലുള്ള കടലാസോ തകിടോ വളച്ച് വൃത്തസ്തംഭത്തിന്റെ ആകൃതിയിലുള്ള കുഴലുണ്ടാക്കാം. അതുപോലെ പൊള്ളയായ രണ്ടറ്റവും തുറന്ന ഒരു വൃത്തസ്തംഭത്തെ മുറിച്ച് വളവ് നിവർത്തിയാൽ ഒരു ചതുരമാകും. ഈ ചതുരത്തിന്റെ പരപ്പളവിനെ വൃത്തസ്തംഭത്തിന്റെ വക്രതല പരപ്പളവ് എന്നാണ് പറയുന്നത്. ഈ ചതുരത്തിന്റെ ഒരു വശം വൃത്തസ്തംഭത്തിന്റെ ഉയരമാണ്. മറ്റേ വശം പാദമുഖമായ വൃത്തം നിവർത്തിയെടുത്തതാണ്. അതായത് ഈ വശത്തിന്റെ നീളം വൃത്തത്തിന്റെ ചുറ്റളവാണ്. ഈ നീളങ്ങളുടെ ഗുണനഫലമാണ് ചതുരത്തിന്റെ പരപ്പളവ് അഥവാ വൃത്തസ്തംഭത്തിന്റെ വക്രതല പരപ്പളവ്. അതായത് വൃത്തസ്തംഭത്തിന്റെ വക്രതല പരപ്പളവ് പാദ ചുറ്റളവിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലമാണ്.